ഓക്കെ, ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. 15 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയെ പറ്റി പരിചയപ്പെടുത്താം. ആദ്യം നമ്മൾ ഒരു കുക്കർ കഴുകി ചൂടാക്കി അതിനകത്തോട്ട് നമുക്ക് നെയ്യ് ഒഴിക്കാം. നമുക്ക് ഈ ബിരിയാണി വയ്ക്കാൻ വേണ്ടി ഇതിൻ്റെ പേസ്റ്റ് ഡയറക്റ്റ് വാങ്ങിക്കാൻ പറ്റും. നമുക്ക് വേറെ ഉള്ളിയോ ഇങ്ങനെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇതിനകത്ത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേസ്റ്റ് നമുക്ക് ഇതിനകത്ത് വാങ്ങിക്കാം. അത് വാങ്ങിച്ച് നമ്മൾ ഈ കുക്കറിലോട്ട് ഒഴിക്കുക. ഇതാ ഗ്രേവി. ഇത് നമുക്കിങ്ങനെ വാങ്ങാൻ കിട്ടും. അതുകൊണ്ട് നമുക്ക് വേറെ മസാലകളൊന്നിൻ്റെ ആവശ്യമില്ല. ഇതിനകത്ത് ഓണിയനുണ്ട്, ഗരം മസാല, എല്ലാ മസാലകളും കൂടെ ഒന്നിച്ചായിട്ട് നമുക്ക് കിട്ടും. ഇത് നമ്മൾ വാങ്ങിച്ച് ഇട്ട് ഇനി നമുക്ക് ഈ ഗ്രേവിയിലോട്ട് നമുക്ക് ഒരു 3/4 കിലോ ചിക്കൻ കഴുകി വൃത്തിയായതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇതൊരു 1/2 കിലോ അരിക്കായിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു പ്രത്യേക വെറൈറ്റി ചിക്കൻ ബിരിയാണിയാണ്. നമ്മൾ ഈ ഗ്രേവിക്കകത്തിട്ട് ഇളക്കാം. ഈ ഇതിലോട്ട് നമുക്ക് ഒരു 1/2 കിലോ ജീരകശാല ബസ്മതി അരിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ഒരു 1/2 ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാൻ. 1/2 കിലോ അരിക്ക് 1/2 ലിറ്റർ വെള്ളം, 3/4 കിലോ ചിക്കൻ. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് വീണ്ടും ഒഴിക്കുന്നു. ഈ ഗ്രേവിയിൽ ഉപ്പ് ഉള്ളത് കൊണ്ട് നമ്മൾ ഉപ്പ് ഇപ്പോൾ ഇടുന്നില്ല. പിന്നെ ലാസ്റ്റ് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇടാം. ഈ ഗ്രേവിക്കകത്ത് എല്ലാം ഉണ്ട്. നമ്മൾ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് അരി ഇട്ടു, മസാല കൂട്ടെല്ലാം കൊണ്ടുള്ള ഗ്രേവി ഇട്ടു, അത് കഴിഞ്ഞ് ചിക്കൻ ഇട്ടു. ഉപ്പ് നമുക്കിപ്പോൾ ഇടേണ്ട ആവശ്യമില്ല. മസാലയ്ക്കകത്ത് ഉപ്പുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ ഉപ്പ് ഇടുന്നില്ല. ഇതെല്ലാം കൂടെ നമ്മൾ ഇനി നെയ്യ് ഒഴിച്ചു. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അടപ്പ് വെച്ചിത് ലോക്ക് ചെയ്യാം. ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ നമ്മളിതിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ നമുക്കിത് ചെറിയ ഫ്ലെയിമിൽ കത്തിക്കാം. അപ്പോൾ 3 വിസിലിന് ശേഷം നമുക്കിനി നമ്മൾ വെച്ച ബിരിയാണി ശരി ആയോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. കുക്കറിൻ്റെ അടപ്പ് തുറക്കാൻ പോവുക. അടപ്പ് തുറക്കുമ്പം തന്നെ നല്ല മണം നമുക്ക് വന്നു തുടങ്ങി. ഇതിലോട്ട് നമുക്ക് 5-6 കറിവേപ്പിലയും നല്ല ഫ്രഷായിട്ടുള്ള മല്ലിയിലയും നമുക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയില സ്വല്പം അധികം ഇട്ടാലും അതിന് നല്ലൊരു മണം കിട്ടും. ഇപ്പോഴും തന്നെ നല്ല നെയ്യുടേതും ആ മസാല ഗ്രേവിയുടേതും ഒക്കെ നല്ല മണം അനുഭവപ്പെടുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ഇളക്കാം. നമ്മൾ 1/2 കിലോ അരി, 3/4 കിലോ ചിക്കൻ, 2 ഗ്ലാസ് വെള്ളം, പിന്നെ ഗ്രേവി. ഇളക്കി ഇനി നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. തണുപ്പ് പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ചൂടോടിരിക്കാൻ വേണ്ടി നമുക്കിത് കാസറോളിലോട്ട് നമുക്ക് മാറ്റാം. അപ്പം കഴിക്കേണ്ട സമയത്ത് സലാഡും കൂടെ കൂട്ടി രുചിയായിട്ട് കഴിക്കാം. ബിരിയാണി ഇവിടെ റെഡിയായി. കഴിച്ചിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും.